ടെക്കികോൺകർ 2025 ബ്രില്യൻ പ്രതിഭകളുടെ സ്വപ്ന സാക്ഷാത്കാരം. പാലായിലെ ബേസ് 11 കൺവെൻഷൻ സെന്ററിന്റെ അങ്കണം 2025 ജൂൺ 28 സാക്ഷ്യം വഹിച്ചത് ചരിത്രപരമായ ഒരു മഹാവിജയത്തിനാണ്. ടെക്കികോൺകർ 2025 എന്ന പേരിൽ അരങ്ങേറിയ ഈ മഹോത്സവം ജെയ് മെയിൻ, ജെയ് അഡ്വാൻസ്ഡ് എന്നീ കടുപ്പമേറിയ പ്രവേശന പരീക്ഷകളിൽ ഉന്നത റാങ്കുകൾ നേടി IIT, NIT, ഐസർ പോലുള്ള രാജ്യത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ബ്രില്യൻ സ്റ്റഡി സെന്റർ ഒരുക്കിയ ആദരവിന്റെ വേദി കൂടിയായിരുന്നു. ഇത് വെറുമൊരു ആഘോഷമായിരുന്നില്ല, മറിച്ച് അക്ഷീണ പ്രയത്നത്തിന്റെയും സമർപ്പണത്തിന്റെയും കൂട്ടായ ബ്രില്യന്റിന്റെ വിജയത്തിന്റെയും മകുടോദാഹരണമായിരുന്നു. ഗംഭീരമായ ഒരു തുടക്കം. കവാടം കടന്ന് ബേസ് 11ലേക്ക് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കടന്നു വന്നപ്പോൾ തന്നെ അവിടുത്തെ അന്തരീക്ഷം ആവേശത്താൽ നിറഞ്ഞു. ഒരുപാട് നാളത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായി നേടിയ വിജയത്തിന്റെ സന്തോഷം ഓരോ മുഖത്തും പ്രകടമായിരുന്നു. എഞ്ചിനീയറിംഗ് ലോകത്തെ അനന്ത സാധ്യതകൾ രാജ്യത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ചു നേടാമെന്നതും ഉയർന്ന ഭാവിയുടെ വാതിലുകൾ തുറന്നു കിട്ടിയതിന്റെ ആഹ്ലാദവും അവിടേക്കെത്തിയ ഓരോ വിദ്യാർത്ഥിയുടെയും മാതാപിതാക്കളുടെയും കണ്ണുകളിൽ തിളങ്ങി. 10,000 ആളുകളാണ് ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ തടിച്ചുകൂടിയത്. സദസ്സ് തിങ്ങി നിറഞ്ഞു. ഓരോ വ്യക്തിയും തങ്ങളുടേതായ വിജയഗാഥയുമായി ഈ വലിയ ആഘോഷത്തിൽ പങ്കുചേർന്നു. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അണിനിരന്ന ഗംഭീര വേദി. ബഹുമാനപ്പെട്ട മന്ത്രിയായ ശ്രീ VN വാസവൻ, ശ്രീ റോഷി അഗസ്റ്റിൻ, MLA മാരായ ശ്രീ മാണി സി കാപ്പൻ, ശ്രീ മോൻസ് ജോസഫ്, MP മാരായ ശ്രീ ഫ്രാൻസിസ് ജോർജ്, ശ്രീ ജോസ് കെ മാണി, സബ് കളക്ടർ ദിലീപ് K കൈനകര, ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, ഫാദർ സാബു കൂടപ്പാട്ട് CMI, പാലാ മുനിസിപ്പൽ കൗൺസിലർ ജിമ്മി ജോസഫ്, ചലച്ചിത്ര താരം ദർശന S നായർ, മുത്തോലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജൻ മുണ്ടമറ്റം, മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് G മീനഭവൻ, പാലാ DYSP സദൻ K, മുത്തോലി പഞ്ചായത്ത് മെമ്പർ ഷീബ റാണി, പാലാ മുനിസിപ്പാലിറ്റി ചെയർമാൻ തോമസ് പീറ്റർ, ശ്രീ ജോർജ് കുട്ടി അഗസ്തി, കേരള ആന്റി ടെറർ സ്ക്വാഡ് DYSP ബൈജു പൗലോസ്, ലാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനില മാത്തുക്കുട്ടി എന്നിവർ വേദിയിലെ മഹനീയ സാന്നിധ്യങ്ങളായിരുന്നു. പ്രോഗ്രാം അതിഗംഭീരമായിരുന്നു. രാജ്യത്തെ ഏറ്റവും കഠിനമായ പ്രവേശന പരീക്ഷകളെ അതിജീവിച്ച ഈ യുവപ്രതിഭകളെ ആദരിക്കാൻ ഒരുക്കിയ വേദിയിൽ ഓരോ വിജയിയെയും പേരെടുത്ത് വിളിച്ചാദരിച്ചപ്പോൾ സദസ്സിൽ കരഘോഷം മുഴങ്ങി. അക്ഷയ് ബിജു, ജെയ് മെയിൻ, ജെയ് അഡ്വാൻസ്ഡ്, കീം എന്നീ മുൻനിര എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളിൽ കേരള സംസ്ഥാനത്തിലെ 1ാം സ്ഥാനക്കാരനായി 2025 എന്ന വർഷം തന്റേതാക്കി മാറ്റിയിരിക്കുകയാണ്. ജെയ് മെയിൻ എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 98ഉം ജെയ് അഡ്വാൻസ്ഡിൽ ഓൾ ഇന്ത്യ റാങ്ക് 192ഉം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ കോഴിക്കോട് സ്വദേശി. ചെറുപ്പത്തിൽ തന്നെ ബ്രില്യന്റിന്റെ ഫൗണ്ടേഷൻ ബാച്ചുകളുടെ ഭാഗമായിരുന്നു അക്ഷയ്. +1, +2 പഠനകാലം മാന്നാനം KE സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ഷയ് ബ്രില്യന്റിലൂടെ എൻട്രൻസ് പരിശീലനം തുടർന്നത്. ട്രഷറി സർവീസിൽ ജൂനിയർ സൂപ്രണ്ടായി ജോലി ചെയ്യുന്ന ബിജു N-ന്റെയും മെഡിക്കൽ ഓഫീസറായി ആയുർവേദ ഡിസ്പെൻസറിയിൽ സേവനമനുഷ്ഠിക്കുന്ന നിഷ CKയുടെയും മകനാണ് അക്ഷയ്. 2025 ജെയ് മെയിൻ, ജെയ് അഡ്വാൻസ്ഡ്, കീം എക്സാമുകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ അക്ഷയ് ബിജുവിനെയും കുടുംബത്തെയും എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ VN വാസവൻ 10 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകി ആദരിച്ചു. മഹാദേവൻ സഞ്ജുവിനെയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും 2025 എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ 3 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകി ആദരിച്ചു.
ആദിൽ സയാൻ. 2025 എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ ബഹുമാനപ്പെട്ട MP ശ്രീ ജോസ് കെ മാണി 2 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകി ആദരിച്ചു. ഗൗതം വാദ്യാർ. 2025 എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ ബഹുമാനപ്പെട്ട MP ശ്രീ ജോസ് കെ മാണി 2 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകിയാണ് ഗൗതമിനെ ആദരിച്ചത്. മിലൻ ജോസ്. 2025 JEE എക്സാമുകളിൽ മികച്ച വിജയം നേടിയ മിലൻ ജോസിനെയും മാതാപിതാക്കളെയും 2025 എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ ബഹുമാനപ്പെട്ട MP ശ്രീ ഫ്രാൻസിസ് ജോർജ് 2 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകി ആദരിച്ചു. മാഹിർ അലി. 2025 എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ മാഹിർ അലിയെ ബഹുമാനപ്പെട്ട ശ്രീ VN വാസവൻ ആദരിച്ചു. 1 ലക്ഷം രൂപയാണ് മാഹിർ അലിക്ക് ശ്രീ VN വാസവൻ സമ്മാനിച്ചത്. ഹരികൃഷ്ണൻ ബൈജു. 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നേടിയാണ് മന്ത്രി ശ്രീ VN വാസവൻ ഹരികൃഷ്ണൻ ബൈജുവിനെ ആദരിച്ചത്. ജോഷുവ ജെയ്സൺ. 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ജോഷുവ ജെയ്സനെ ആദരിച്ചു. ഹരിത് ശ്യാം. 1 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നൽകിയാണ് ഹരിത് ശ്യാമിനെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ആദരിച്ചത്. റയാൻ രാജേഷ്. 2025 എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ ബഹുമാനപ്പെട്ട MP ശ്രീ ഫ്രാൻസിസ് ജോർജ് 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നേടിയാണ് റയാൻ രാജേഷിനെ ആദരിച്ചത്. ജസ്വിൻ കുര്യാക്കോസ്. മെഡിക്കൽ എൻട്രൻസ്, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എന്ന വേർതിരിവുകളില്ലാതെ എല്ലാ എക്സാമുകളിലും ഐതിഹാസികമായ നേട്ടമാണ് ജസ്വിൻ 2025 കൈവരിച്ചത്. 2025 ഐസർ എക്സാമിൽ ഓൾ ഇന്ത്യ 1ാം റാങ്ക് കരസ്ഥമാക്കിയാണ് ജസ്വിൻ ഈ മഹാവേദിയുടെ ഭാഗമായത്. കൂടാതെ JEE മെയിനിലും JEE അഡ്വാൻസ്ഡിലും നീറ്റ് 2025 മികച്ച പ്രകടനം സാധ്യമാക്കാൻ ജസ്വിൻ കുര്യാക്കോസിന് കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ ജസ്വിൻ കുര്യാക്കോസിനെ MP ശ്രീ ജോസ് കെ മാണി 1 ലക്ഷം രൂപ നൽകിയാണ് ആദരിച്ചത്. ഇതെല്ലാം വിദ്യാർത്ഥികളുടെ വിജയം മാത്രമായിരുന്നില്ല, മറിച്ച് അവരുടെ കുടുംബത്തിന്റെയും ബ്രില്യൻ സ്റ്റഡി സെന്റർ എന്ന വലിയ കുടുംബത്തിന്റെയും കൂട്ടായ വിജയമായിരുന്നു. അഭിമാനത്തിന്റെ മുഹൂർത്തങ്ങൾ മനസ്സിൽ നിറച്ച് ഓരോരുത്തരും വേദിയിൽ നിന്നും ആരവങ്ങൾ ഉയർത്തി. ചടങ്ങിലെ ഏറ്റവും മനോഹരമായ നിമിഷമായിരുന്നു. പഠിപ്പിച്ച അധ്യാപകരെല്ലാം വിദ്യാർത്ഥികളുടെ ഉയർന്ന ഭാവിക്കായി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. ഇവന്റിന്റെ ആവേശം പതിർമടങ്ങാക്കിക്കൊണ്ട് പ്രശസ്ത പിന്നണി ഗായിക അനില രാജീവ് തന്റെ മനോഹരമായ ആലാപനത്തിലൂടെ സദസ്സിനെ കീഴടക്കി. ഗാനങ്ങൾ അലയടിച്ചപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവേശഭരിതരായി. പലരും സംഗീതത്തിന്റെ താളത്തിനൊത്ത് നൃത്ത ചുവടുകൾ വെച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. താങ്ക് യു ബ്രില്യന്റ് എന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞത് തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ ബ്രില്യന്റിനോടുള്ള അളവറ്റ സ്നേഹവും നന്ദിയുമായിരുന്നു. അവരെല്ലാം ഒരുമിച്ച് നിന്നുള്ള ആ മനോഹരമായ കാഴ്ച സദസ്സിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി മാറി. കൂട്ടായ്മയുടെയും വിജയത്തിന്റെയും ഊഷ്മളമായ അന്തരീക്ഷം അവിടെ നിറഞ്ഞു നിന്നു.
മഹത്തായ ഒരു ആഘോഷത്തിന് രുചികരമായ ഭക്ഷണം കൂടിയേ തീരൂ. നിള കാറ്റേഴ്സ് ഒരുക്കിയ വിഭവസമൃദ്ധമായ സ്നേഹവിരുന്ന് അവിടെ എത്തിയ എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിച്ചു. സ്വാദിഷ്ടമായ ഭക്ഷണം ആസ്വാദികരമായ ഈ ഒത്തുചേരലിന് കൂടുതൽ മാറ്റുകൂട്ടി. ഓരോ വിഭവവും നിറഞ്ഞ സംതൃപ്തിയോടെ ആസ്വദിച്ചുകൊണ്ട് ആളുകൾ പരസ്പരം വിജയഗാഥകൾ പങ്കുവച്ചു. ഡേയുടെ ഭാഗമായിട്ട് ഈ സന്തോഷത്തിൽ അക്ഷയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴിക്കോട് നിന്ന് നമ്മളെ ഫാമിലിയിൽ എല്ലാവരും കൂടെ എത്തിയിരിക്കുകയാണ്. ഇതിൽ അക്ഷയുടെ അച്ഛന് പങ്കെടുക്കാൻ ഒരു ആരോഗ്യപരമായ കാരണം കൊണ്ട് പറ്റിയിട്ടില്ല. ബാക്കി മിക്കവാറും എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് അക്ഷയെ സംബന്ധിച്ചോളം ഞങ്ങളെ ഫാമിലി എല്ലാവരെയും സംബന്ധിച്ചോളം തന്നെ ഒരു വളരെ സന്തോഷത്തിന്റെ നിമിഷമാണ്. പ്രത്യേകിച്ച് ബ്രില്യന്റിന്റെ ഒരു സപ്പോർട്ട്, ഈ പഠനയാത്രയിൽ മുഴുവനായിട്ട് ബ്രില്യന്റിന്റെ ഒരു സപ്പോർട്ട് പ്രധാനമാണ്. പ്രത്യേകിച്ച് ഈ സ്കോളർഷിപ്പും 10 ലക്ഷം രൂപയുടെ ഒരു സ്കോളർഷിപ്പ് കിട്ടിയിരിക്കുകയാണ്. ഇത് ഒരു 10 ലക്ഷം രൂപ എന്നുപരിയായിട്ട് കുട്ടികളുടെ ഒരു പഠനത്തിലുള്ള ഒരു പ്രോത്സാഹനമാണ്. അവർ സ്വന്തമായിട്ട് പഠിച്ചിട്ട് ഈ ഒരു പൈസ സ്കോളർഷിപ്പായിട്ട് നേടുക എന്നുള്ളത് കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഒരു വളരെ അഭിമാനമാണ്. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് സ്വന്തമായിട്ട് സമ്പാദിക്കാൻ പറ്റുകയാണല്ലോ. അപ്പൊ അത് അവരുടെ ഇനി അങ്ങോട്ടുള്ള പഠനത്തിലും കൂടുതൽ സഹായമായിരിക്കും. അതോടുകൂടി തന്നെ ബ്രില്യൻ എനിക്ക് തോന്നുന്നു ഈ പഠനകാലത്തിൽ മുഴുവനായിട്ട് തന്നെ ഓരോ എക്സാം നടക്കുമ്പോൾ സ്കോളർഷിപ്പായിട്ട് കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ സ്കോളർഷിപ്പ് നൽകിക്കൊണ്ടിരുന്നു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അവരെ പഠനത്തിൽ ഒരു മുന്നോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കാനും വേണ്ടിയിട്ടും വളരെ ഒരു സഹായകമായ നിലപാടാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഫാമിലിക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വലിയൊരു ഇവന്റിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ബ്രില്യന്റിന്റെ വിക്ടറി ഡേയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര അഭിമാനം കൊണ്ട് ഇങ്ങനെ തുളുമ്പുകയെന്ന് വേണേൽ പറയാം. അത്രയും സന്തോഷം തരുന്ന ഒരു ഇവന്റ് ആയിരുന്നു. നമ്മൾ പലപ്പോഴും ബ്രില്യന്റിന്റെ വിക്ടറി ഡേനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അതിൽ എത്താൻ സാധിച്ചത് മോൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 1, ഐസർ ഓൾ ഇന്ത്യ റാങ്ക് 1ഉം അതുപോലെ JEE മെയിൻ JEE അഡ്വാൻസിലൊക്കെ നേടിയ വിജയമാണ്. വളരെ മനോഹരമായൊരു ഫംഗ്ഷൻ ആയിരുന്നു ഇത്. മോന് സ്റ്റേജിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എല്ലാവരും അഭിനന്ദിച്ചതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഭയങ്കര സന്തോഷം. നല്ലൊരു ഇവന്റാണ്. ബ്രില്യൻ ഫാമിലിക്കും ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഹലോ എവരിവൺ, ഞാൻ ആദിൽ ജയാൻ. JEE മെയിൻസ് ഓൾ ഇന്ത്യ 736, JEE അഡ്വാൻസ് ഓൾ ഇന്ത്യ 426, കുസാറ്റ് ഓൾ ഇന്ത്യ റാങ്ക് 1ഉം പിന്നെ CMI എക്സാമിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വിക്ടറി ഡേ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ആ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്, പ്രത്യേക ഒരു ഫീലാണ്. അപ്പം അത് ആസ്വദിക്കാൻ പറ്റിയതിലും പിന്നെ ഇത്ര ഗംഭീരമായ പരിപാടിയിൽ കുടുംബമൊത്ത് എല്ലാവരുമായിട്ട് എത്താൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ ഏതൊരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ നിമിഷം. മക്കളിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക്, ഈ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിലേക്ക് എത്താൻ പറ്റുന്നതും അതിൽ നമ്മളെ ഫാമിലിയെ പ്രതിനിധീകരിച്ച് നിൽക്കാനൊക്കെ പറ്റുന്ന ഒരു ആസ് എ പാരന്റ് ഒരു വളരെ അഭിമാനം തോന്നുന്നൊരു നിമിഷമായിരുന്നു. അപ്പോൾ അതിന് മകനിലൂടെ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇന്നത്തെ ഇവന്റ് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത വളരെ നല്ലൊരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആണ്. സന്തോഷം. ആദ്യമായിട്ടാണ് ഞങ്ങളെ ഫാമിലിയിൽ നിന്ന് ഒരാൾ റാങ്ക് വാങ്ങിക്കുന്നത്, അതും IIT-യിൽ, അതും ആദ്യമായിട്ടാണ്. അതിൽ ഭയങ്കര അഭിമാനം തോന്നുന്നു. പിന്നെ ഇത്രയും വലിയ ഇവന്റിൽ മോൻ കാരണം പങ്കെടുക്കാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. 10,000-കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അളവറ്റ സ്നേഹത്തോടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്ന് യാത്രയെ അവരുടെ ഹൃദയങ്ങളിൽ നിറയെ പുതിയ സ്വപ്നങ്ങളായിരുന്നു, ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളായിരുന്നു. ടെക്കി കോൺകർ 2025 കേവലം ഒരു അനുമോദന ചടങ്ങ് മാത്രമായിരുന്നില്ല. അത് സാധ്യതകളുടെയും കഴിവുകളുടെയും തിളക്കമാർന്ന പ്രകടനമായിരുന്നു. കഠിനാധ്വാനം കൊണ്ടും സമർപ്പണം കൊണ്ടും നേടിയ വിജയങ്ങളുടെ ആഘോഷമായിരുന്നു.
Brilliant Study Center, India's #1 coaching center for NEET and JEE.